ആക്രിക്കടയിൽ 5 രൂപ പോലും കിട്ടാത്ത ഒരു തകരം ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ, അതും 10 വയസ്സ് പോലും ഇല്ല എന്നോർക്കണം, ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ വിരിഞ്ഞത് അത്ഭുതങ്ങളാണ്. പലരും അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആ ഒരു വിലയ്ക്കില്ല എന്നൊക്കെ പറയും. എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അവൻ്റെ പ്രായം എത്രയാണെന്ന്. സത്യത്തിൽ ഈ ഒരു കഴിവിനെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ ഒരു കഴിവിൻ്റെ മുമ്പിൽ രാജ്യം തന്നെയാണ് തലകുനിക്കേണ്ടത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ജോലി ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അയൽ രാജ്യമായ ചൈന നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഓരോ കുട്ടികളെയും അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് താല്പര്യമുള്ള ഒരു തൊഴിൽ കൂടി പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മളിവിടെ പഠിപ്പിക്കുന്നതോ കുറച്ച് പൊളിറ്റിക്സും കുറച്ച് ചരിത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, എല്ലാം വേണം. എന്നാൽ ഒരു നിമിഷം കൊണ്ട് തെരുവിൽ ഇറങ്ങേണ്ടി വന്നാൽ തനിക്ക് ജീവിക്കാൻ തൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ശരാശരി വിദ്യാർത്ഥി, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ കയ്യിൽ എന്താണുള്ളത്? ഒന്നും തന്നെയില്ല. കുറച്ച് ചരിത്രവും കുറച്ച് സയൻസും മാത്രമാണുള്ളത്. എന്നാൽ കൃത്യമായ ഒരു തൊഴിൽ കൂടി അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും അവർക്ക് പൊരുതി നിൽക്കാൻ ഒരു കൈത്തൊഴിലാവും. അങ്ങനെ ഒരു കൈത്തൊഴിലല്ലേ നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. എന്നാൽ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യം ഇവർക്കൊക്കെ മുമ്പിൽ തലകുനിക്കേണ്ടതായി വരും.